ആർ സുഗതന് ഇടക്കാല ജാമ്യം, പുറത്തിറങ്ങാൻ ഇനിയും കടമ്പ. കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതന് ഇടക്കാല ജാമ്യം. സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് ജാമ്യം. നെടുമങ്ങാട് കോടതിയുടേതാണ് വിധി. നെടുമങ്ങാട് കോടതിയുടെ പരിഗണനയിലുള്ള 2 കേസുകളിലാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. വിവിധ ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJPയുടെ 20 കൗൺസിലർമാരുടെ അംഗത്വം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇവരോട് നിയമം അനുശാസിക്കുന്ന വിധത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. കോടതി അംഗത്വം റദ്ദാക്കിയ കൗൺസിലർമാരിൽ സുഗതനും ഉൾപ്പെട്ടിരുന്നു. ഹൈക്കോടതി വിധിയെ തുടർന്ന് BJPയുടെ 19 കൗൺസിലർമാരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ വധശ്രമ കേസിൽ ജയിലിലായതിനാൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇടക്കാല ജാമ്യം തേടി സുഗതൻ കോടതിയെ സമീപിച്ചത്. ഈ മാസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സുഗതന് കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലായിരുന്നു. അതേപോലെ 3 കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അംഗത്വം നഷ്ടമാകുന്ന സ്ഥിതിയായിരുന്നു. ഇതിൽ ആദ്യത്തേതിലാണ് താൽക്കാലിക ആശ്വാസമാകുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനാണ് 28 മണിക്കൂർ ജാമ്യം. വധശ്രമ കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലുമാണ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ കാപ്പ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ സുഗതന് പുറത്തിറങ്ങാനാകൂ. ഇപ്പോൾ ലഭിച്ച ജാമ്യ ഉത്തരവുമായി ഹൈക്കോടതിയെ സമീപിക്കണം. ഹൈക്കോടതിയിൽ നിന്ന് കാപ്പ കേസിൽ കൂടി ഇടക്കാല ജാമ്യം ലഭിച്ചാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്കായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകൂ. നിലവിൽ വിയ്യൂർ ജയിലിലുള്ള സുഗതൻ തിങ്കളാഴ്ച വൈകിട്ട് ജയിൽ മോചിതനാകും. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം 11:30 കൗൺസിൽ ഹാൾ വിടണം. സത്യപ്രതിജ്ഞ ചെയ്യുകയല്ലാതെ മറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാനൊന്നും പാടില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ആർ സുഗതൻ. കല്ലുകൊണ്ട് തലക്കിടിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം, വീട്ടിൽ അതിക്രമിച്ചു കയറി വാഹനങ്ങളും വീടും ആക്രമിച്ചു തകർത്ത കേസ്, ഭർത്താവിനെതിരെയുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസ്, ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ്, ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തിയെന്ന കേസ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ആർ സുഗതൻ.